ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ നിങ്ങളോട് ഇവരുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇവരുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് എല്ലാം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത്, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും സ്നേഹവും എല്ലാം തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എത്രത്തോളം സീരിയസ് ആണ് എന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ് എന്നും ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു എന്താ പറയുക, പൈസ ഇല്ലാതെ ഭയങ്കരമായിട്ട് ഇവർ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെന്നെങ്കിലും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ തിരികെ കൊടുക്കുവാൻ പറ്റാതെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരവസ്ഥ. ഇവിടെ ഇവർ ഭയങ്കര ടെൻഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും, അത് ഇവർക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരിക്കാം. അതിൻ്റെ ആ ഒരു ടെൻഷൻ എന്തായാലും ഇവിടെ ഒരു ടെൻഷനിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ പൈസ ഇല്ലാത്തത് കൊണ്ടുള്ള ടെൻഷൻ, ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇവരുടെ മേലുണ്ടായിരിക്കും, അതുകൊണ്ടുള്ള ടെൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ്: ഇവർ എത്ര തന്നെ ടെൻഷനായിട്ടുള്ള അവസ്ഥയിൽ കൂടെ പോയാലും ഇവർക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ള സമയം അപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. ഇവർ ചിന്തിക്കുന്നത് എപ്പോഴാണ് ആ ഒരു ദിവസം വരുന്നത്, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നാവുന്ന ആ ഒരു ദിവസം എപ്പോഴാണ് വരിക എന്നാണ് ഇവർ എപ്പോഴും ഫ്രീ ആകുന്ന സമയം ചിന്തിക്കുന്നത്. നിങ്ങൾ ഇവരുടെ അടുത്ത് എപ്പോഴാണ് ഉണ്ടാവുക എന്നാണ് എപ്പോഴും ഇവർ ചിന്തിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ആരും ഇനി ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം ആയിരിക്കണമെന്നാണ്. ഇവിടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇതേപോലെ മെസ്സേജും കോൾസും അവരുടെ പേഴ്സൻ്റെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഈ ഒരു ഫീലിങ്സിൽ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ മിസ് ചെയ്യുകയാണ് നിങ്ങളെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുകയാണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ് അവർ. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആണ്, കുറേ നാളായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവർ വേറൊരു സിറ്റി, നിങ്ങൾ വേറൊരു സിറ്റി, അവർ വേറൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്റ്റേറ്റ്, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു സംസാരവുമില്ല. കുറേ നാളായി നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കണ്ടിട്ട് സംസാരമുണ്ട്, കണ്ടിട്ട് കുറേ ദിവസമായി. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നേരിട്ട് നിങ്ങളെ കാണുവാൻ വരുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ എക്സ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് സോർട്ട് ഔട്ട് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്തിൽ വന്ന് ഒരു പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ടെൻഷനിൽ നിന്ന് പുറത്തു വരുവാൻ ഇനി ഇവർക്ക് ആരുടെയും ആവശ്യമില്ല. പ്രഷർ ഉള്ള ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതിയെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവർ സ്വയം ഇവരുടെ ഇഷ്ടപ്രകാരം ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇവിടെ 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 20 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കോളോ മെസ്സേജോ നിങ്ങളുടെ പേഴ്സൻ്റെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.